ആരോഗ്യമേഖലയെ മോശമായി ചിത്രീകരിക്കാൻ മനഃപൂർവ്വം ശ്രമം നടക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇത്തരം പ്രചാരണത്തിന് പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്നതായി ആരോപിച്ച മന്ത്രി വി.ഡി. സതീശനെ തുറന്ന ചർച്ചയ്ക്ക് വെല്ലുവിളിച്ചു. മുഖ്യമന്ത്രി സമയവും സ്ഥലവും തന്നാൽ സംവാദത്തിന് തയ്യാറെന്ന് വി.ഡി. സതീശൻ മറുപടി നൽകി. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിയുടെ ആദ്യഘട്ട ശസ്ത്രക്രിയ നാളെ നടക്കും. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം, ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നുപറച്ചിൽ എന്നിവ സർക്കാരിനും ആരോഗ്യവകുപ്പിനും സൃഷ്ടിച്ച കളങ്കം ചെറുതല്ല. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യമേഖലയെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതായി മന്ത്രി വീണ ജോർജിന്റെ പ്രതിരോധം. ചില മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന് കുടപിടിക്കുന്നതായും മന്ത്രി. സർക്കാർ ആശുപത്രികളെയും ആരോഗ്യ സംവിധാനത്തെയും മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിലൊരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ബഹുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അതിന് തയ്യാറാകണം. കേരളം കാണട്ടെ, കേരളം കേൾക്കട്ടെ. ഇത് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് പരിശോധിക്കാമല്ലോ. ആരോഗ്യമന്ത്രിയുടെ വെല്ലുവിളിയിൽ ഇതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. എന്തായാലും മുഖ്യമന്ത്രി സ്ഥലത്തില്ലല്ലോ, മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരട്ടെ, എന്നിട്ട് അദ്ദേഹം ഒരു സമയവും സ്ഥലവും തന്നാൽ ഞാൻ അവിടെ പോവാം. ഇതിനിടെ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ മന്ത്രി ആർ ബിന്ദു സന്ദർശനം നടത്തി. ബിന്ദു ജോലി ചെയ്തിരുന്ന തുണിക്കടയുടെ ഉടമ ആനന്ദാക്ഷൻ വാഗ്ദാനം ചെയ്ത 1 ലക്ഷം രൂപയുടെ സഹായം CK ആശയ MLA കൈമാറി. ബിന്ദുവിന്റെ അമ്മ സീതമ്മയ്ക്ക് എല്ലാ മാസവും 5000 രൂപ വീതം നൽകുമെന്നും കടയുടമ അറിയിച്ചിരുന്നു. അപകടത്തെ തുടർന്ന് സർക്കാരിനെതിരായ വിമർശനങ്ങളെ ചെറുക്കാൻ LDFന്റെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ വൈകിട്ട് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മീഡിയ 1 കോട്ടയം.